വയനാട് മുൻ എം പിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ തിരിച്ചെത്തി. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാനായി കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. വയനാട് സീറ്റ് തൻ്റെ പിന്തുടർച്ചാവകാശം എന്ന നിലയിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി ഏൽപ്പിച്ചതിനെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. അതൊക്കെ അവരുടെ കുടുംബകാര്യം. പക്ഷേ കേരളത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ അദ്ദേഹം ഉന്നയിച്ച ചില ആക്ഷേപങ്ങൾ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിൽ തൊഴിലില്ലാത്ത അവസ്ഥയിൽ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു, ഇതിന് പരിഹാരം കാണണം, ഇതൊരു കേരളത്തിൻ്റെ കുറവാണെന്ന മട്ടിലാണ് അദ്ദേഹം രാഷ്ട്രീയമായ ഒരു ചുവയോടെ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് മാത്രമാണോ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് എന്ന ചോദ്യം ഒരു ചോദ്യമുണ്ട്. അത് ഇപ്പം കോൺഗ്രസ് പണ്ട് ഭരിച്ചിരുന്ന ദശകങ്ങൾ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ നിന്നടക്കം യുവജനങ്ങളും വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പോകുന്നുണ്ട്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും വിദേശ രാജ്യങ്ങളിലുണ്ട്. എന്തിനേറെ അമേരിക്കയിലെ IT മേഖലയിൽ പണിയെടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആന്ധ്രാപ്രദേശുകാരാണ്. കോൺഗ്രസ് ദീർഘകാലം ഭരിച്ച പഞ്ചാബിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് സിഖുകാർ കാനഡയിലും UK-യിലുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ടതാണ്. കേരളത്തിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ നിന്ന് പണ്ട് നമുക്കറിയാം സിലോണിലേക്കും മറ്റും മലയാളികൾ പോയിരുന്നു. അത് കഴിഞ്ഞും മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ള നാടുകളിലേക്കും മലയാളികൾ പോയിട്ടുണ്ട്. പിന്നീട് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലേക്കും ഇറ്റലിയിലേക്കും കേരളത്തിൽ നിന്ന് നഴ്സുമാർ പോയി. ഇത് കഴിഞ്ഞിട്ടാണ് ഗൾഫിൻ്റെ വരവ്. 1970-കളിലും 80-കളിലും തുറക്കമിട്ട ഈ പ്രവാസം വൻതോതിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്കും ദശലക്ഷക്കണക്കിന് മലയാളികൾ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കാനഡ, ഓസ്ട്രേലിയ, ലണ്ടൻ തുടങ്ങിയ നാടുകളിലേക്ക് മലയാളികൾ പോകുന്നുണ്ട്. ഇത് എല്ലാ ഭാഗത്തു നിന്നും പോകുന്നതാണ്. ഇതിനൊക്കെ പിന്നിലുള്ളത് ഇതെന്ന് വെച്ചാൽ മലയാളികൾ എന്തുകൊണ്ട് പോകുന്നു? മലയാളികൾക്ക് അതിനുള്ള കാര്യശേഷിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവിടെ പോയി അതിജീവനം സാധ്യമാക്കാനുള്ള കഴിവുണ്ട്. ഇതാണ്. പിന്നെ പുതിയ വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ആർജിച്ചെടുക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനുമുള്ള ആഗ്രഹം കൊണ്ട് പോകുന്നുണ്ട്. ഇതൊന്നും കേരളത്തിൻ്റെ ഒരു കുറവല്ല, കേരളത്തിൻ്റെ ശക്തിയാണ്. കേരളത്തിൽ തൊഴിലുള്ള ധാരാളം പേർ തൊഴിൽ ഉണ്ടായിട്ട് പോലും അതിൽ തന്നെ ഉന്നതങ്ങളിലെത്താനും അവരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കാനും അവരുടെ പ്രവർത്തന പരിചയം കൂട്ടാനും വേണ്ടി വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴാട്ടെ വിദേശത്ത് ജോലി ചെയ്ത ആളുകൾ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കണക്കുകൾ ധാരാളം വന്നിട്ടുണ്ട്. കൂടുതൽ കണക്കുകളിലേക്ക് പോകുന്നില്ല, പക്ഷേ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന പ്രോസസ്സും കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ കുറവല്ല, ഇത് കേരളത്തിൻ്റെ ഒരു ശേഷിയാണ് ഈ വിദേശത്തേക്ക് പോകുന്നത്. അതിനെ ഇപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാവും. തിരഞ്ഞെടുപ്പിൽ വിഷയമാക്കണമെന്ന പഠനം കേരളത്തിൽ തൊഴിലാത്തതുകൊണ്ട് യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നു, അതിന് പരിഹാരം കാണും എന്നൊക്കെ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. മാത്രമല്ല ഈ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് എത്ര തവണ പോകുന്നു? പാർലമെൻറ്റിൽ സുപ്രധാന നിയമനിർമ്മാണം നടക്കുമ്പോഴും രാജ്യത്ത് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കാണില്ല. അദ്ദേഹം തൊഴിൽ ചെയ്യാനല്ല വിദേശത്തേക്ക് പോകുന്നത്. പക്ഷേ എന്തിൻ്റെ കാര്യത്തിലായാലും വിദേശത്തേക്ക് പോകുന്നത് ഒരു കുറവാണെന്നുള്ള മട്ടിൽ ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പരാമർശം നടത്തിയത് ഉചിതമായില്ല എന്ന് മാത്രമേ നമുക്ക് കരുതാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ട് ഈ കനകോലു തന്ത്രത്തിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് മലയാളികളെ അവമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ.